Today we will discuss about adverse drug reaction. Okay, we are all very much familiar with this adverse drug reaction. In fact, you have studied this adverse drug reaction ADR in lower classes. അല്ലേ, നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ് എ ഡി ആർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കപ്പോൾ അറിയായിരിക്കും. നമുക്കപ്പോൾ കുറച്ച് ഞാൻ അത്ര ഡീറ്റെയിലോട്ട് പോകുന്നില്ല, പക്ഷെ എന്നാലും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, മെഡിസിനൽ സബ്സ്റ്റൻസസ് ആർ യൂസ്ഡ് ബിക്കോസ് ഓഫ് ദെയർ എബിലിറ്റി ടു അഫക്റ്റ് ബയോളജിക്കൽ പ്രോസസ് ഇൻ ദ ബോഡി. അതായത് നമ്മൾ മെഡിസിനൽ സബ്സ്റ്റൻസിന് ദർ ഹാവിങ് സം ഫാർമക്കോളജിക്കൽ എഫക്റ്റ് അല്ലേ. ഡ്യൂറിങ് medicinal use there always carries a certain risk of unwanted or unintended effects അല്ലേ. നമുക്ക് എപ്പോഴും അറിയാം ഒരു റിസ്ക് ഉണ്ട് അതിന്. എല്ലാ മെഡിസിനൽ പ്രോഡക്റ്റിനും അൺവാണ്ടഡും അൺഇൻറ്റൻഡ് ആയിട്ടുള്ള കുറേ എഫക്ട്സ് ഉണ്ടാവും. ആ എഫക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. കോമൺലി നമ്മൾ സൈഡ് എഫക്ട്സ് എന്ന് പറയും അല്ലേ. സോ നമ്മൾ ഡ്രഗ്സ് കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? നോർമലി medicines having more beneficial effects compared to unwanted effect. അതുകൊണ്ടാണ് നമ്മൾ മെഡിസിൻ കഴിക്കുന്നത്. എല്ലാ കെമിക്കൽസും പ്രശ്നങ്ങൾ റിസ്ക് ഉള്ളതാണ്, സബ്സ്റ്റൻസ് കഴിയുമ്പോൾ റിസ്ക് ഉള്ളതാണ്. പക്ഷേ ഇറ്റ് ഈസ് ഹാവിങ് മോർ ഫാർമക്കോളജിക്കൽ ബെനഫിഷ്യൽ എഫക്ട്സ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എഫക്ട്സ് തരുന്നതുകൊണ്ടാണ് നമ്മൾ ഡ്രഗ് കഴിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് NSAIDs നമ്മൾ നോർമലി എന്ത് പെയിൻ വന്നാലും എടുത്ത് കഴിക്കും. ജലദോഷം വന്നാൽ ആസ്പിരിൻ കഴിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSAIDയുടെ ഒരു സൈഡ് എഫക്ട്സ് ആണ് ഇറ്റ് മേ കോസസ് ഗ്യാസ്ട്രൈറ്റിസ്. ഇൻ സിവിയർ കേസസ് ഗ്യാസ്ട്രിക് ബ്ലീഡിങ്സ് ഉണ്ടാക്കും. പിന്നെ ആസ്മ പ്രസിപ്പിറ്റേറ്റീവ്. ഇൻ ലോങ് ടേം യൂസ് ഓഫ് NSAID കോസസ് അത് കിഡ്നി ഫെയിലിയർ വരെ ഉണ്ടാക്കുന്നുണ്ട്. നെഫ്രോടോക്സിക് ആണ് NSAIDs. അപ്പോൾ NSAID നമ്മൾ സാധാരണ എടുത്ത് കഴിക്കാറുണ്ട് അല്ലേ. ഓക്കെ, സോ എല്ലാ ഡ്രഗ്സിനും ഇതുപോലുള്ള ADR ഉണ്ട്. സോ നമുക്ക് ADRനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇൻ ദിസ് പ്രസൻറ്റേഷൻ വി വിൽ സ്റ്റഡി ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ADRs. ഓക്കെ, വാട്ട് ഈസ് ADR ആൻഡ് ഹൗ ADRs are classified. Okay, so first moving on to the definition of ADR. Actually WHO defines ADR as any response to a drug. ADR is any response to a drug which is noxious and unintended and which occurs at doses normally used in man for prophylaxis, diagnosis or therapy of disease. Okay, so it should ADR എപ്പോഴും it should occur at doses normally used in man. ഓക്കെ, അപ്പോൾ ADRും ഓവർ ഡോസും ഒന്നല്ല. അതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടൈം. ഈ ഓവർ ഡോസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ADR അല്ല. ദാറ്റ് ഈസ് എ ക്യുമുലേറ്റീവ് എഫക്റ്റ് ഓഫ് ഡ്രഗ് ആണ് ഓവർ ഡോസ്. ദാറ്റ് ഈസ് നോട്ട് എ ADR. ADRs occurs at normal doses that is used in man for prophylaxis, diagnosis or therapy of disease. നോർമൽ യൂസിൽ ഉണ്ടാവുന്ന അൺടുവേർഡ് എഫക്റ്റ് ഓർ അൺഇൻറ്റൻറ്റഡ് ഓർ നോക്ഷ്യസ് എഫക്റ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ADR എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടൈമാണ് അഡ്വേഴ്സ് ഡ്രഗ് ഇവൻറ്റ്. അഡ്വേഴ്സ് ഡ്രഗ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എനി അൺടുവേർഡ് മെഡിക്കൽ ഒക്കറൻസ് ദാറ്റ് മേ പ്രസൻറ്റ് ഡ്യൂറിങ് ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ ബട്ട് which may not have causal relationship with treatment or drugs. അതാണ് അഡ്വേഴ്സ് ഡ്രഗ് ഇവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടണം എന്ന് നിർബന്ധമില്ല. നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പാത്തോളജിക്കൽ എഫക്ട്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയാണ് ഡ്രഗ് കഴിക്കുമ്പോൾ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്വേഴ്സ് ഡ്രഗ് ഇവൻറ്റ് എന്ന് പറയുന്നത്. ഇവൻറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് അല്ലേ. ഓക്കെ, സോ let's see what are the major common causes of adverse drug reactions. Okay, എന്തൊക്കെയാണ് മേജർ കോസസ്? ഫസ്റ്റ് കോസ് ഈസ് ഫെയിലിംഗ് ടു ടേക്ക് കറക്റ്റ് ഡോസേജ് അറ്റ് ദ കറക്റ്റ് ടൈം. ഓക്കെ, നമ്മൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡോസേജ് എടുത്തില്ലെങ്കിൽ ഇറ്റ് മേ കോസ് ADR. ഓക്കെ, ഓവർ ഡോസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, അത് ഓവർ ഡോസിങ് എന്ന് പറയുന്നത് നമ്മൾ അഡ്വേഴ്സ് ADR ആയിട്ട് കൂട്ടില്ല, പക്ഷേ ഓൾസോ എ സൈഡ് എഫക്ട്സ് ആണ്. ഓക്കെ, അലർജീസ് ടു കെമിക്കൽ കോമ്പണൻറ്റ്. ഓക്കെ, കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ സം പേഴ്സൺ ടു പേഴ്സൺ അലർജി ഉണ്ടാവും. ദാറ്റ് ഓൾസോ ഇൻഡ്യൂസസ് ADR. ഓക്കെ, പിന്നെ
എന്തെങ്കിലും നമ്മൾ ഇൻറ്ററാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഫുഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ, ഫുഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ, മെഡിസിൻ ആൽക്കഹോൾ ഇൻട്രാക്ഷൻസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ എഫക്ട്സ് എന്ന് പറയും, അതായത് അതർ പ്രിപ്പറേഷൻസ്, അതർ ഡ്രഗ്സ് ഓർ പ്രിപ്പറേഷൻ ദാറ്റ് ഇൻറ്ററാക്ട് വിത്ത് മെഡിസിൻസ്, അത് ഓൾറെഡി പറഞ്ഞു നമ്മൾ. അതായത് പിന്നെ ഡ്രഗിനകത്ത് തന്നെയുള്ള എക്സിപ്പിയൻ്റ് കൊണ്ട് നമുക്ക് ADR ഉണ്ടാവാം. പിന്നെ നമ്മൾ ഇല്ലീഗൽ പ്രിസ്ക്രിപ്ഷൻ ഓൾസോ ഇൻഡ്യൂസസ്, അതായത് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ലീഗലി ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരെ ഏതെങ്കിലും ഉള്ള മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ. ദെൻ മേജർ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് ADR. ഓക്കെ, വേരിയസ് ഫാക്ടേഴ്സ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്? ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ പീഡിയാട്രിക് ആൻഡ് ജെറിയാട്രിക് പേഷ്യൻസ് ആർ മോർ പ്രോൺ ടു ADR ബിക്കോസ് അവരുടെ മെറ്റബോളൈസിങ് എൻസൈംസിൻ്റെ ഒക്കെ പ്രശ്നം വരും. അതുകൊണ്ട് ADRs are more in pediatric and geriatric. When sex is also, gender or sex is also a very common factor, predisposing factor for ADR. Actually അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോർമലി വിമൺ ആർ മോർ പ്രോൺ ഓർ മോർ സസെപ്റ്റബിൾ ടു ADR എന്നാണ് പറയുന്നത്. ഓക്കെ, വിമൺ ആർ മോർ പ്രോൺ ഓർ മോർ സസെപ്റ്റബിൾ ടു ADR. അതിനൊരു എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ക്ലോറാംഫെനിക്കോൾ ഇൻഡ്യൂസ്ഡ് അപ്ലാസ്റ്റിക് അനീമിയ. പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറാംഫെനിക്കോള് നമ്മൾ വിമണിലാണ് കൂടുതൽ ബോൺ മാരോ സപ്രഷൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ വരുന്ന അനീമിയാണ് നമ്മൾ അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഫീനൈൽ ബ്യൂട്ടസോൺ ഇൻഡ്യൂസ്ഡ് അഗ്രാനുലോസൈറ്റോസിസ്. ഓക്കെ, ഗ്രാനുലോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും കൂടുതലുണ്ടാവും ബ്ലഡിന്, അതിനാണ് ഗ്രാനുലോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഓൾ തിങ്സ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ ഫീമെയിൽ കമ്പയർഡ് ടു മെയിൽ. ഓക്കെ. ദെൻ ജെനറ്റിക് ഇൻഫ്ലുവൻസ് ഓൾസോ, ജെനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ദാറ്റ് ഇൻഡ്യൂസസ് അഡ്വേഴ്സ്, അതിനെ ഇഡിയോസിൻക്രസി എന്ന് പറയും അല്ലേ, നമ്മുടെ കണ്ടീഷൻ ഉണ്ടാക്കും. നോർമലി അതിനൊരു എക്സാമ്പിളാണ് ചില പേഷ്യൻസിൽ, ചില ഇൻഡിവിജ്വലിൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്, അത് ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഏതെങ്കിലും ഓക്സിഡൈസിങ് ഡ്രഗ്സ്, പ്രിമാക്യൂൻ അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇൻഡ്യൂസസ് എന്താ ഉണ്ടാക്കുന്നത്? ഹീമോലൈസിസ് ഉണ്ടാക്കും. ഹീമോലൈസിസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, ദ ലൈസിസ് ഓഫ് RBC ഓർ ഹീമോഗ്ലോബിൻ, അതിനാണ് നമ്മൾ ഹീമോലൈസിസ്, ഹീമോലിറ്റിക് അനീമിയ എന്നുള്ള കണ്ടീഷനൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ദാറ്റ് മേ ഇൻഡ്യൂസസ് ബൈ ഇൻ സം ഇൻഡിവിജ്വൽ ഹു ആർ genetically deficient with G6PD, that is glucose 6-phosphate dehydrogenase. അതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ് നമ്മുടെ ബോഡിയിലുള്ള ഹീമോഗ്ലോബിൻ്റെ അയണിൻ്റെ നോർമൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഫെറസ് റെഡ്യൂസ്ഡ് സ്റ്റേജ് ആണ്. അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ഒരു ദാറ്റ് ഇസ് പേറ്റൻസി ഓഫ് റെഡ്യൂസ്ഡ് ഫോം ഓഫ് അയൺ, ദാറ്റ് ഇസ് ഫെറസ് സ്റ്റേറ്റിലാണ് ഹീമോഗ്ലോബിനകത്ത്. എന്നാൽ മാത്രമേ ഹീമോഗ്ലോബിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ അല്ലേ. അത് ഫെറിക് ആയി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ അപ്പോൾ നശിച്ചു. ഓക്കെ, അപ്പോൾ ഈ G6PD ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് G6PD ഡിഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിൽ നമ്മളിപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഡ്രഗ്സ് സജസ് ഡാപ്സോൺ, പ്രിമാക്യൂൻ അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഓക്സിഡൈസിങ് ഡ്രഗ്സാണ്, ഇറ്റ് വിൽ ഓക്സിഡൈസ് ഫെറസ് ടു ഫെറിക്. അങ്ങനെ ഫെറിക് ആയിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഫെറിക് ആയിക്കഴിഞ്ഞാൽ അതോടെ ഹീമോഗ്ലോബിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അങ്ങനെ RBC ലൈസിസ് ഉണ്ടാവും. ഓക്കെ, RBC നശിച്ചു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഹീമോലൈസിസ് ഓർ ഹീമോലിറ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ദറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് G6PD. ദെൻ ഫാക്ടേഴ്സ് സച്ച് ആസ് കൺകറൻറ്റ് ഡിസീസസ്. കൺകറൻറ്റ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഒരു കോമോർബിഡിക് കണ്ടീഷൻ. കോമോർബിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോമോർബിഡ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ഡിസീസ് കണ്ടീഷൻ ഇൻ എൻ ഇൻഡിവിജ്വൽ, ദറ്റ് ഈസ് ഇൻഡിവിജ്വൽ അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ മോർ ദാൻ വൺ ഡിസീസ്. അങ്ങനെയുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. നോർമലി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെയാണ്, എന്താ പറയുക, നമ്മുടെ ജെറിയാട്രിക്, മെയിൻലി ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനാണ് നമ്മൾ പറയുന്നത്. പിന്നെ കംപ്ലയൻസ് വിത്ത് ഡോസിങ് റെജിമൻ. ചിലവർ ഡോസിങ് റെജിമനായിട്ടുള്ള കംപ്ലയൻസ് വിട്ടുപോകും, അതായത് മര്യാദയ്ക്ക് ഡ്രഗ് കഴിക്കില്ല. അതിനാണ് കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ദ പേഷ്യൻ്റ് മെഡിക്കൽ അഡ്ഹറൻസ്, മെഡിക്കേഷൻ അഡ്ഹറൻസ് എന്ന് പറയും. ഓക്കെ, അതിനെയും കംപ്ലയൻസ് എന്നാണ് പറയുന്നത്. മെഡിക്കേഷൻ അഡ്ഹറൻസ്, അതായത് കൊടുത്ത പ്രിസ്ക്രൈബ് ചെയ്ത ഡ്രഗ്സ് എല്ലാം മര്യാദയ്ക്ക് കഴിക്കണം. കഴിച്ചാൽ
അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ കുറവായിരിക്കും. ഓക്കെ, ആസ് പെർ ഫിസിഷ്യൻസ് അഡ്വൈസ്. ഓക്കെ, ഫിസിഷ്യൻ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും അവർ ഫുഡിന് മുന്നേ കഴിക്കാൻ പറയും, ഫുഡിന് ശേഷം കഴിക്കാൻ പറയും. ഇതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മളായിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ, ദാറ്റ് ഈസ് മൾട്ടി ഡ്രഗ് തെറാപ്പി ദാറ്റ് വിൽ ഇൻഡ്യൂസസ് ADR. മൾട്ടി ഡ്രഗ് തെറാപ്പിക്ക് ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ TB എന്ന് പറഞ്ഞാൽ ഡിസീസ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി 3 to 4 ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് അറ്റ് എ ടൈം. നമുക്കറിയാം INH, റിഫാംബസിൻ, എത്താംബ്യൂട്ടോൾ ഓർ സ്ട്രെപ്റ്റോമൈസിൻ അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ കൂടുതലായിരിക്കും അല്ലേ. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആൻഡ് സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ആറുണ്ട് TBക്ക്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മിക്കവാറും, ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ദാറ്റ് വിൽ ഇൻഡ്യൂസസ് ADR. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു ദ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ADRs ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസിഫിക്കേഷനാണ്, ദാറ്റ് ഈസ് ടൈപ്പ് A ADR, ദാറ്റ് ഈസ് ഓഗ്മെൻറ്റഡ് ADR എന്ന് പറയും. ടൈപ്പ് B ബിസയർ എന്ന് പറയും. ടൈപ്പ് C കണ്ടിന്യൂസ്. ടൈപ്പ് D ഡിലൈഡ്. ടൈപ്പ് E എൻഡിങ് ഓഫ് യൂസ്. ടൈപ്പ് F ഫെയിലിയർ ഓഫ് എഫിക്കസി. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് next type of classification based on onset. Various classifications are there. That is എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അക്യൂട്ട്, സബ് അക്യൂട്ട് ആൻഡ് ലേറ്റൻറ്റ്. ഓക്കെ, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ വിത്തിൻ 60 മിനിറ്റ്സ്, അതായത് ഓൺസെറ്റ് വിത്തിൻ ഒരു മരുന്ന് കഴിച്ച് 60 മിനിറ്റ്സിനകത്ത് ഒരു ADR ഉണ്ടാവുകയാണെങ്കിൽ അതിന് അക്യൂട്ട് എന്ന് പറയും. സബ് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ 1 to 24 hours. ഓക്കെ, വിതിൻ 1 to 24 hours, അതായത് 1 മണിക്കൂറിനും 24 മണിക്കൂറിനും ഇടയ്ക്ക് ഉണ്ടാവുന്നതിന്. ദെൻ ലേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 2 days ആണ് ഓൺസെറ്റ്. ദെൻ ബേസ്ഡ് ഓൺ സിവിയോറിറ്റി നോർമലി 4 എണ്ണമാണുള്ളത്. ദാറ്റ് ഈസ് മൈനർ, മോഡറേറ്റ്, സിവിയർ, ലീതൽ. ഓക്കെ, മൈനർ, മോഡറേറ്റ്, സിവിയർ ആൻഡ് ലീതൽ. മൈനർ എന്ന് പറഞ്ഞാൽ നോ നീഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, ചെറിയ ചില ADRs are moderate എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ നീഡ് ട്രീറ്റ്മെൻറ്റ് ബട്ട് നോ ഇൻറ്റൻസീവ് ട്രീറ്റ്മെൻറ്റ്. സിവിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് നീഡഡ് ഇൻറ്റൻസീവ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അത് നോർമലി ഹോസ്പിറ്റലൈസേഷനൊക്കെ വേണ്ടി വരും. അത് നോർമലി ആൻറ്റി ക്യാൻസറസ് ഡ്രഗ്സ് ആണ്. പിന്നെ ലീതലായിട്ടുള്ള ഡ്രഗ്സ്, ലീതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡ്രഗ്സ് ദാറ്റ് ADR ദാറ്റ് ലീഡ്സ് ടു ഫെയ്റ്റൽ, ഡെത്തിലോട്ട് ലീഡ് ചെയ്യുന്നത്, അതിനാണ് ലീതൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് നമുക്ക് ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് കാറ്റഗറി പറയാം, ടൈപ്പ് A, ദാറ്റ് ഈസ് ഓഗ്മെൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അതിൻ്റെ മേജർ ടേം എന്ന് പറഞ്ഞാൽ എക്സാസർബേഷൻ ഓഫ് ഫാർമക്കോളജിക്കൽ എഫക്റ്റ്, അതിനാണ് ഓഗ്മെൻറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാസർബേഷൻ ഓഫ് ഫാർമക്കോളജിക്കൽ എഫക്റ്റ്. എക്സാസർബേഷൻ മീൻസ് എന്താ പറയുക, എക്സ്റ്റെൻസീവ് എഫക്റ്റ് ഓഫ് ഫാർമക്കോളജിക്കൽ എഫക്റ്റ്. ഒരിനെ കുറച്ചുകൂടി കൂടുതൽ എഫക്റ്റ്, നോർമലിനേക്കാളും കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കുക, അതിനാണ് നമ്മൾ പറയുന്നത് എക്സാസർബേഷൻ. ഇത് പ്രഡിക്റ്റബിൾ ആണ്. ഒരു ഡോസ് കൂടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഡോസ് റിലേറ്റഡ് റെസ്പോൺസസ് ആണ്. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിന് എക്സാമ്പിൾസ് ആണ് ബെൻസോഡൈസപ്പിൻ കോസസ് സെഡേറ്റീവ്, അതിൻ്റെ ഒരു എക്സ്റ്റെൻസീവ് എഫക്റ്റാണ്. ബെൻസോഡൈസപ്പിൻ കഴിച്ചു കഴിഞ്ഞാൽ സെഡേഷൻ ഉണ്ടാവും അല്ലേ. ഫ്രൂസിമൈഡ് വാട്ടർ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഡയൂററ്റിക്സ് ആണ് ഫ്രൂസിമൈഡ്, അറിയാമല്ലോ നിങ്ങൾക്ക്. ദെൻ ഹെപ്പാരിനും വാർഫാറിനും, ഹെപ്പാരിൻ ഇസ് ദാറ്റ് ഈസ് പാരൻട്രൽ anticoagulant and warfarin is a oral anticoagulant that may leads to spontaneous bleeding. ഇൻസുലിൻ ഹൈപ്പോഗ്ലൈസീമിയ എന്ന കണ്ടീഷൻ ഉണ്ടാകും, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ബ്ലഡ് ഷുഗർ ലെവൽ. ഇൻസുലിൻ ഇൻഡ്യൂസ്ഡ് ഹൈപ്പോഗ്ലൈസീമിയ ആണ് ഓഗ്മെൻറ്റഡ് ടൈപ്പ് ഓഫ് ADR എന്നൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ. ഓക്കെ, ഇൻസുലിൻ ഇൻഡ്യൂസ്ഡ് ഹൈപ്പോഗ്ലൈസീമിയ. ഇത് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓഗ്മെൻറ്റഡ് ADRൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് നോക്കുക. ദെൻ അനദർ എക്സാമ്പിൾസ്, വേരിയസ് എക്സാമ്പിൾസ് ഓഫ് ഓഗ്മെൻറ്റഡ് ADRs. ക്യാപ്റ്റോപ്രിൽ കഫ് ഉണ്ടാക്കും. ക്യാപ്റ്റോപ്രിൽ എന്ന് പറഞ്ഞാൽ ACE ഇൻഹിബിറ്റർ ആണ്. INH ആൻഡ് റിഫാംബസിൻ ദാറ്റ് ഈസ് പൈറസിനമൈഡ്. PZA എന്ന് പറഞ്ഞാൽ പൈറസിനമൈഡ് ആണ് കേട്ടോ. ഹെപ്പാറ്റോ ടോക്സിറ്റി ഉണ്ടാക്കും. സ്ട്രെപ്റ്റോമൈസിൻ ഓട്ടോടോക്സിറ്റി, നെഫ്രോടോക്സിറ്റി. സിംവാസ്റ്റാറ്റിൻ, ഒരു സ്റ്റാറ്റിൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, കൊളസ്ട്രോൾ ലോവറിങ് ഡ്രഗ് ആണ്. റാബ്ഡോമൈലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമ്മുടെ മസിൽസിനെ വീക്കൻ ചെയ്യുക, അതിനാണ് റാബ്ഡോമൈലോസിസ് എന്ന് പറയുന്നത്. റാബ്ഡോമൈലോസിസ്, ദ വീക്കനിങ് ഓഫ് മസിൽസ്.
മയോഗ്ലോബിനൊക്കെ ബ്ലഡിൽ കൂടും. അതായത് ബ്രേക്കിംഗ് ഓഫ് മസിൽസ്. പിന്നെ നൈട്രേറ്റ്സ് ഹെഡ് ഏക്ക് ഉണ്ടാകും. അതിൻ്റെ കാരണം എന്താ നിങ്ങൾക്ക് അറിയായിരിക്കും. ക്രേനിയൽ ബ്ലഡ് വെസൽസിൽ അത് ഡയലേറ്റ് ചെയ്യും. ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ ഹെഡ് ഏക്ക് ഉണ്ടാകുന്നത് അല്ലേ. ക്രേനിയൽ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യും. നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ വാസോ ഡയലേറ്ററാണ്. പ്രൊപ്രാനലോൾ ബ്രോങ്കിയൽ ആസ്മ അതറിയായിരിക്കും നിങ്ങൾക്ക് അല്ലേ. പ്രൊപ്രാനലോൾ ഈസ് എ നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കറാണ്. അത് ബീറ്റയിലുള്ള ബീറ്റ 1ലും ആക്ട് ചെയ്യും, ബീറ്റ 2ലും ബ്ലോക്ക് ചെയ്യും. ബീറ്റ 1ൽ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹാർട്ടിനകത്താണ് ബീറ്റ 1 റിസപ്റ്റർ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്, അവിടെ ബീറ്റ 1ൻ്റെ മേജർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടുക എന്നുള്ള, എന്താ ഹാർട്ട് റേറ്റ് കൂട്ടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് അല്ല. ബീറ്റ 1 അതിന് അത് സപ്രസ് ചെയ്യും പ്രൊപ്രാനോൾ. പിന്നെ ബീറ്റ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മൂത്ത് മസിൽസ്, അതായത് ബ്രോങ്കിയൽ മസിൽസിലൊക്കെയാണ് ബീറ്റ 2 റിസപ്റ്റർ ഉണ്ടാകുന്നത്. അതിൻ്റെ മേജർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രോങ്കോ ഡയലേഷനാണ്. അപ്പോൾ പ്രൊപ്രാനോൾ ബ്ലോക്ക് ദിസ് ബ്രോങ്കോ ഡയലേഷൻ കോസസ് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ആൻഡ് ബ്രോങ്കിയൽ ആസ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ട്രസൈക്ലിൻ നോർമലി അത് നമ്മുടെ ടീത്തിലൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കും. ഓക്കെ, ഇത്രയാണ് ഓഗ്മെൻറ്റഡ്. സെക്കൻഡ് ടൈപ്പ് ബിസയർ. ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ ബിസയർ ആണ്. ബിസയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ദറ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓഗ്മെൻറ്റഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഡോസ് ഡിപ്പെൻഡൻ്റ് ആണ്, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ദിസ് ഇസ് വി കനോട്ട് പ്രെഡിക്റ്റ്. ദാറ്റ് ഈസ് അൺറിലേറ്റഡ് ഫ്രോം ദ ഡ്രഗ്സ് നോൺ ഫാർമക്കോളജിക്കൽ. നോൺ ആയിട്ടുള്ള ഒരു ഫാർമക്കോളജിക്കൽ ആക്ഷൻ ആയിരിക്കില്ല തരുന്നത്. ഒരു നമ്മൾ വിചാരിക്കാത്ത ഒരു ആക്ഷൻ ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് ബിസയർ ഓർ ടൈപ്പ് ബി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് മെയിൻ റീസൺ ഈസ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. അതിനൊരു എക്സാമ്പിളാണ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം. സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം നോർമലി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം നോർമലി ഉണ്ടാകുന്നത്, വെൻ സൾഫണമൈഡ്സ് എന്ന് പറഞ്ഞൊരു ഡ്രഗ് ഉണ്ട്. സൾഫണമൈഡ്സിൻ്റെ ഒരു ADR ആണ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം. റാഷസ് ഉണ്ടാവും ബോഡിക്കകത്ത്. ഒരു ഫോട്ടോയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഹീമോലിറ്റിക് അനീമിയ, നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഓക്സിഡൈസിങ് മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ മേ കോസസ് ഹീമോലിറ്റിക് അനീമിയ. ഓക്കെ, ദെൻ സി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് യൂസ്. നമ്മളിപ്പോൾ ഒരു ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടേം യൂസിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം ഞാൻ ഓൾറെഡി പറഞ്ഞു. NSAID കോസസ് നെഫ്രോടോക്സിറ്റി, കിഡ്നി ഫെയിലർ ഉണ്ടാകും. എത്താംബ്യൂട്ടനോൾ, റെറ്റിനോപ്പതി. ഓക്കെ, എത്താംബ്യൂട്ടോൾ ഈസ് എ ഡ്രഗ് യൂസ്ഡ് ഇൻ ദി TB, ട്യൂബർക്ലോസിന് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. സെക്കൻഡ് ലൈൻ ഡ്രഗാണ് എത്താംബ്യൂട്ടോൾ. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ഡിലേഡ് റെസ്പോൺസ്. അതായത് നമ്മൾ കഴിക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല, കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് മേ ഇൻഡ്യൂസസ് സം ADRs. കാർസിനോജെനിസിസ്, ചില ടൈപ്പ് ഡ്രഗ്സ് കഴിച്ച് കഴിഞ്ഞാൽ കാർസിനോജെനിസിസ് ഉണ്ടാകും. അതിപ്പോൾ നമ്മളിപ്പോൾ ആൻറ്റി ക്യാൻസേഴ്സ് ഡ്രഗ് തന്നെ കുറേ കാലം കഴിച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ ഇൻഡ്യൂസസ് കാർസിനോജെനിസിസ്. ആൽക്കലൈറ്റിംഗ് ഏജൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, സൈക്ലോഫോസ്ഫമൈഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ കാലം കഴിച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീണ്ടും ഒരു ട്യൂമർ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായി. പിന്നെ ടെറാറ്റോജെനിസിറ്റി. ടെറസോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ദാറ്റ് ഇൻഡ്യൂസസ് ഫീറ്റൽ അബ്നോർമാലിറ്റി. ഇപ്പോൾ പ്രഗ്നൻസിയിൽ കഴിച്ച് കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിളാണ് താലിഡോമൈഡ്. ഓക്കെ, ഫോക്കോമാലിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകും, പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ. ദെൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിങ് ഓഫ് യൂസ്, അതായത് ടാപ്പറിങ് സമയം, അതായത് ഡോസിങ് കഴിയും, വിഡ്രോവൽ സിൻഡ്രോംസ് എന്നൊക്കെ പറയാൻ പറ്റും. അതിനാണ് ബെൻസോഡൈസപിൻ നിർത്താമ്പോൾ വീണ്ടും റീബൗണ്ട് ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ എന്താ, ലോസ് ഓഫ് സ്ലീപ്പ്. അതിനാണ് ഇൻസോംനിയ. നമ്മൾ ബെൻസോഡൈസപിൻ നോർമലി കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡേറ്റീവായിട്ട്, ഹിപ്നോട്ടിക്സ് ആയിട്ടൊക്കെയാണ് കഴിക്കുന്നത് അല്ലേ. സ്ലീപ്പ് ഇൻഡ്യൂസിങ് ആണ് ബെൻസോഡൈസപിൻ. അത് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ റീബൗണ്ട് ഉണ്ടാകും. പിന്നെ ക്ലോണിഡിൻ, റീബൗണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. കോർട്ടിക്കോസ്റ്റിറോയിഡ്, അക്യൂട്ട് അഡ്രിനൽ ഇൻസഫിഷ്യൻസി. ഇത്രയും കാര്യങ്ങളാണ് എൻഡിങ് ഓഫ് യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫെയിലിയർ ഓഫ് എഫിക്കസി. അത് മെയിനായിട്ട് ഈ കൗണ്ടർ ഫീറ്റ് ഡ്രഗ്സ്, അഡൾട്രേറ്റഡ് ഡ്രഗ്സ്, സ്പ്യൂരിയസ് ഡ്രഗ്സ്, അങ്ങനെയുള്ള ഡ്രഗ്സൊക്കെയാണ് എന്തുണ്ടാക്കുന്നത്, ഫെയിലിയർ ഓഫ് എഫിക്കസി ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ അനദർ ടൈപ്പ് ഓഫ് adverse drug reaction due to drug interactions വരുന്ന വാർഫാറിൻ വാൽപ്രോയിക് ആസിഡ് ഉണ്ടാകുന്നു. ഓക്കെ, ലീഡിങ് ടു ബ്ലീഡിങ്. അതായത് നമ്മുടെ പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള, ഹൈലി പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള വാർഫാറിനെ അതിലും പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള വാൽപ്രോയിക് ആസിഡ് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ വാർഫാറിൻ ബ്ലഡിലോട്ട് വരും. ദാറ്റ് മേ ഇൻഡ്യൂസസ് വാർഫാറിൻ ടോക്സിറ്റി, അതായത് ആൻറ്റി കൊയാഗുലൻ്റ് എഫക്റ്റ് ഇൻഡ്യൂസ് ചെയ്യും, ആണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആസ്പിരിൻ ഇൻഹിബിറ്റ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ, അറിയാമല്ലോ നിങ്ങൾക്ക്. ഹെപ്പാരിൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇൻഡ്യൂസസ് ബ്ലീഡിങ് അല്ലേ. റിസ്ക് ഓഫ് ബ്ലീഡിങ് ഇസ് മോർ. ഓക്കെ,
സൈനർജസ്റ്റിക് എഫക്റ്റിന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, പിന്നെ അനദർ കാറ്റഗറി ഓഫ് അഡ്വേഴ്സ് എഫക്ട്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് സൈഡ് എഫക്ട്സ്. സൈഡ് എഫക്ട്സ് കോമൺലി അൺഡിസൈറബിൾ എഫക്ട്സ്, അത് ഡോസ് ഡിപ്പെൻഡൻ്റ് അല്ല, എന്ത് വേണമെങ്കിലും ഉണ്ടാവും. അൺഡിസൈറബിൾ എഫക്ട്സ് ആണ്. നമ്മൾ അട്രോപിൻ ഇസ് ആൻറ്റി കോളനർജിക് ഡ്രഗ് ആണ് അല്ലേ, അറിയാമല്ലോ നിങ്ങൾക്ക്. ആൻറ്റി കോളനർജിക്, ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ അല്ലേ. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ ആൻറ്റി സെക്രീറ്ററി ആക്ഷൻ ഉണ്ട്, സ്വെറ്റിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സലൈവേഷൻ, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അതുകൊണ്ട് അതിനെ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷനായിട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു അൺഡിസൈറബിൾ എഫക്റ്റാണ് ഡ്രൈ മൗത്ത് എന്ന് സെക്രീഷൻ കുറയ്ക്കുക. ഓക്കെ, കൊഡൈൻ നോർമലി ആൻറ്റിറ്റ്യൂസീവ് ഏജൻ്റ് ആണ് അല്ലേ, സപ്രസ് ദ കഫ്, ആൻറ്റിറ്റ്യൂസീവ്. അൺഡിസൈറബിൾ എഫക്റ്റ് അതിൻ്റെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. അത് കൊഡൈൻ, മോർഫിൻ, കൊഡൈൻസ് ഒക്കെ അതിൻ്റെ ഒരു മേജർ പ്രോബ്ലമാണ് എന്ത്, കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, പിന്നെ സൈഡ് എഫക്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മിനോക്സിഡിൽ ഇസ് എ പൊട്ടാസ്യം ചാനൽ ഓപ്പണേഴ്സ് ആണ്. ഓക്കെ, ആൻറ്റി ഹൈപ്പർ ടെൻഷൻ യൂസ് ചെയ്യുന്ന. ഇതിൻ്റെ ഒരു മേജർ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറയും. ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ഹെയർ ഗ്രോത്ത്. നമ്മൾ ബാൾഡ്നെസ്സിന് കൊടുക്കുന്ന ഒരു ഡ്രഗാണ് മിനോക്സിഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാൾഡ്നെസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ secondary effect of a drug, that is also an example for this adverse effect. Corticosteroid നോർമലി നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? corticosteroid നോർമലി കൊടുക്കുന്നത് ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ട്, ഗ്രാഫ്റ്റ് റിജക്ഷൻ, ഏതെങ്കിലും ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ corticosteroid കൊടുക്കാറുണ്ട്. അതാണ് അതിൻ്റെ ബെനഫിഷ്യൽ എഫക്റ്റ്. പക്ഷേ corticosteroid കുറേ കാലം കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മേ ഡിക്രീസസ് ദ ഇമ്മ്യൂണിറ്റി ആൻഡ് കോസസ് TB, ലേറ്റൻറ്റ് TB ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ടെട്രാസൈക്ലിൻ നമ്മുടെ ഇൻഡസ്ട്രൈനൽ ഫ്ലോറേനെ നശിപ്പിക്കും, അതുകൊണ്ട് സൂപ്പർ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഓവർഡോസിന് ഒരു പ്രശ്നം, ഹൈഡോസ് ഹെപ്പറിൻ ബ്ലീഡിങ് ഉണ്ടാക്കും. പ്രൊലോങ്ഡ് യൂസ് ഓഫ് സ്ട്രെപ്റ്റോമൈസിൻ പ്രൊലോങ്ഡ് യൂസ് ഓട്ടോടോക്സിറ്റി, നെഫ്രോടോക്സിറ്റി ഒക്കെ ഉണ്ടാക്കും. ഇതൊക്കെ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറേ ഏരിയാസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ അനദർ കണ്ടീഷൻ ഇഡിയോസിൻക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a genetically determined abnormal reactivity to a drug or chemical. അതായത് നമുക്കൊരു റീസൺ അറിയാത്തൊരു അഡ്വേഴ്സ് ഡ്രഗ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ പോലെ തന്നെയാണ്. ഓക്കെ, ജെനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആണ്. ഓക്കെ, ജെനറ്റിക്കൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. എക്സാമ്പിൾ ക്ലോറാംഫെനിക്കോൾ ഇൻഡ്യൂസ്ഡ് അപ്ലാസ്റ്റിക് അനീമിയ, ഞാൻ പറഞ്ഞു, നോർമലി പറഞ്ഞത് ഫീമെയിലായിരിക്കും കൂടുതൽ. ഓക്കെ, ദെൻ ക്യുനൈൻ ഇൻഡ്യൂസ്ഡ് ക്രാംസ്, ഡയേറിയ, ദെൻ ആസ്മ, വാസ്കുലർ കൊളാപ്സ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ ടെറാക്ടോജെനിസിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് എ ഫീറ്റൽ അബ്നോർമാലിറ്റി ഇഫ് എ പ്രഗ്നൻറ്റ് മദർ ടേക്ക് എനി ഡ്രഗ് that induces fetal abnormality. അതിനൊരു എക്സാമ്പിളാണ് താലിഡോമൈഡ് ഇൻഡ്യൂസ്ഡ് ഫൊക്കോമാലിയ എന്ന് പറയും. ഫൊക്കോമാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫാൻസിന്, അതായത് ബേബി അല്ലേ, ഫീറ്റസിന് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ വാൽപ്രോയിക് ആസിഡ് ഇൻഡ്യൂസസ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്. ന്യൂറൽ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്ടോഡെർമൽ ന്യൂറൽ ട്യൂബ് ഉണ്ട്. ന്യൂറൽ ട്യൂബിൽ നിന്നാണ് നമ്മുടെ ഓർഗാനോജെനിസിസ് നടക്കുന്നത്. അപ്പോൾ ഓർഗാനോജെനിസിന് പല പ്രോബ്ലം, ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്, ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ന്യൂറൽ ട്യൂബിൻ്റെ ഓരോ പാർട്ടിൽ നിന്നാണ്. ഓക്കെ, അതിന് 3 ലെയേഴ്സ് ഉണ്ട്, എൻഡോഡേം, എക്ടോഡേം ആൻഡ് മിഡിൽ ലെയർ മീസോഡേം. ഓക്കെ, അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വല്ല ഡിഫക്ട്സും വരും വാൽപ്രോയിക് ആസിഡ് ഡ്യൂറിങ് പ്രഗ്നൻസി കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഫെനിറ്റോയിൻ ഇൻഡ്യൂസ്ഡ് ക്ലെഫ്റ്റ് പാലറ്റ്, പിന്നെ എന്താ പറയുന്നത്, ഹിർസ്യൂട്ടിസം, അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഫെനിറ്റോയിൻ ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഇത്രയാണ് ടെറാറ്റോജെനിസിറ്റി. പിന്നെ FDA റിസ്ക് കാറ്റഗറീസ് ഓഫ് പ്രഗ്നൻസി ഡ്രഗ്സ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നോർമലി നമുക്ക് കാറ്റഗറി A, B, C, D ആൻഡ് എക്സ്. ഓക്കെ, ഏതൊക്കെയുള്ളത്? A, B, C, D ആൻഡ് എക്സ്, ഇത്രയും കാറ്റഗറി. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സേഫ് ആണ് ഡ്രഗ്സ്.
എ കാറ്റഗറി വരുന്ന ഡ്രഗ്സ് ആർ സേഫ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇഞ്ചക്ഷൻ മഗ്നീഷ്യം സൾഫേറ്റ്, തൈറോക്സിൻ അങ്ങനെയുള്ള ഡ്രഗ്സ് ആണ് എ കാറ്റഗറി വരുന്നത്. ഓക്കെ, ദെൻ ബി കാറ്റഗറിയിലും റിസ്ക് കുറവാണ്. ബി കാറ്റഗറി വരുന്ന ആൻറ്റിബയോട്ടിക്സ്, അതായത് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ആൻറ്റിബയോട്ടിക്സ് ആണ് പെൻസിലിൻ, അമോക്സിലിൻ, ബീറ്റാലാക്ടം ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയും. ഓക്കെ, പിന്നെ എറിത്രോമൈസിൻ, പാരസെറ്റമോൾ ക്യാൻ ബി യൂസ്ഡ്. നമ്മൾ എന്തെങ്കിലും ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് ലിഡോക്കെയിൻ യൂസ് ചെയ്യാൻ പറ്റും. ബി കാറ്റഗറിയിലും പ്രശ്നമൊന്നുമില്ല. സി 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 റിസ്ക് ഉണ്ട്, പക്ഷെ റിസ്ക് പൊട്ടൻഷ്യൽ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇതിനകത്ത് വരില്ല. ചെറിയൊരു റിസ്ക് മാത്രം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, പക്ഷേ ഫീറ്റസിന് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. ദർ ഇസ് നോ അഡിക്കേറ്റ് പ്രോബ്ലംസ് ഇൻ ഫീറ്റസിന് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ വരുന്ന ഡ്രഗ്സ് മോർഫിൻ, കൊഡൈൻ, ഒട്രോപ്പിൻ, കോർട്ടിക്കോസ്റ്റിറോയിഡ്, അഡ്രിനാലിൻ, തയോപെൻറ്റോൺ ആൻഡ് ബുപ്പിവാക്സിൻ. ഓക്കെ, പിന്നെ ഡി ഷോസ് പോസിറ്റീവ് എവിഡൻസ് ഓഫ് ഹ്യൂമൻ fetal risk. The drugs that comes under category D shows positive evidence of human fetal risk. Okay, so D യിൽ വരുന്ന ഡ്രഗ്സിനാണ് റിസ്ക് പറയുന്നത്. അതിന് ആ കാറ്റഗറി വരുന്ന ഡ്രഗ്സ് ആസ്പിരിൻ, ഫെനിറ്റോയിൻ, കാർബോമസെപ്പിൻ, വാൽപ്രോവേറ്റ്, ലോറാസെപ്പം, മെത്തോട്രെക്സ്, ഇങ്ങനെയുള്ള ഡ്രഗ്സൊക്കെ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? ഈ ഡ്രഗ്സ് ഒന്നും നമ്മൾ പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എക്സ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി, നമ്മൾ ടോട്ടലായിട്ട് ഒഴിവാക്കേണ്ട ഡ്രഗ്സ് ആണ്. ദാറ്റ് കംസ് താലിഡോമൈഡ്, ഈസ്ട്രോജൻ, എർഗോമെട്രിൻ അങ്ങനെയുള്ള, പിന്നെ ആൻറ്റിബയോട്ടിക്സ് സച്ച് ആസ് സ്ട്രെപ്റ്റോമൈസിൻ ഒന്നും കഴിക്കാൻ പാടില്ല. ഓക്കെ, പ്രഗ്നൻസിയിൽ. ഓക്കെ, ഇത്രയാണ് പ്രഗ്നൻസി കാറ്റഗറീസ്. സോ പ്രഗ്നൻസി കാറ്റഗറി എ, ബി, സി, ഡി ആൻഡ് എക്സ്. ഡിയും എക്സും ആണ് പ്രഗ്നൻസിയിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഏരിയയാണ് കാർസിനോജെനിസിറ്റി ആൻഡ് മ്യൂട്ടോജെനിസിറ്റി. കാർസിനോജെനിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഇൻഡ്യൂസേഴ്സ് അല്ലേ, ട്യൂമർ ഇൻഡ്യൂസേഴ്സ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് ഈസ്ട്രോജൻസ് ഒക്കെ ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. മ്യൂട്ടോജെനിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ DNA, ക്രോമസോമിൽ എന്തെങ്കിലും ചേഞ്ച് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് മ്യൂട്ടോജെനിസിറ്റി എന്ന് പറയുന്നത് അല്ലേ. ദെൻ അനദർ തിങ് ഈസ് അയാട്രോജനിക്. അയാട്രോജനിക് എന്ന് പറഞ്ഞാൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഓർ ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് ഡിസീസസ്. ADRനെയാണ് നമ്മൾ അയാട്രോജനിക് എന്ന് പറഞ്ഞാൽ, ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് ADR അതിനെ പറയുന്ന ടേമാണ് അയാട്രോജനിക് ഓർ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ADRs. ഓക്കെ, ദാറ്റ് ഈസ് NSAID ഇൻഡ്യൂസ്ഡ് പെപ്റ്റിക് അൾസർ, ഹൈഡ്രലസിൻ ഇൻഡ്യൂസ്ഡ് DLE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് ലൂപ്പസ് എറിത്രോമാറ്റോസിസ്. മനസ്സിലായില്ലേ? ലൂപ്പസ് എറിത്രോമാറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഓക്കെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ നമ്മുടെ ബോഡിയിലുള്ള പാർട്ടിനെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നശിപ്പിക്കുക, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ. അതിനൊരു എക്സാമ്പിളാണ് SLE എന്ന് പറയും, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിസ് എന്ന് പറയും. സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിസ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാർട്ടിൽ നമ്മുടെ ബോഡിയുടെ ഏത് പാർട്ടിലാണെങ്കിലും അഫക്റ്റ് ചെയ്യാം. ഏത് പാർട്ടിലാണ് അഫക്റ്റ് ചെയ്ത് ആ പാർട്ടിനെ അത് നശിപ്പിക്കും. ലങ്സിനെ അഫക്റ്റ് ചെയ്യും, ചിലപ്പോൾ നമ്മുടെ ലിവറിനെ അഫക്റ്റ് ചെയ്യും, സ്കിന്നിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റേതായ അലർജിക് റെസ്പോൺസ് അത് ഉണ്ടാക്കും. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അല്ലാതെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന് വേറൊരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയും, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ നമ്മൾ പറയുന്ന ഹൈപ്പർ തൈറോയിഡിസം, ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. പിന്നെ നിങ്ങളുടെ മയോസ്തീനിയ ഗ്രാവിസ് ഓൾസോ അതുപോലെയുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് LE, ലൂപ്പസ് എറിത്രോമാറ്റസ്. ഹൈഡ്രലസിൻ ഇൻഡ്യൂസ്ഡ് ലൂപ്പസ് എറിത്രോമാറ്റസ്, ഫിനോതയസിൻ ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസം. ഫിനോതയസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഡോപ്പമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. നമ്മൾ നോർമലി ഫിനോതയസിൻ കൊടുക്കുന്നത് എന്തിനാണ്? തയസിൻസ് നോർമലി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ക്ലോർപ്രൊമാസിൻ അങ്ങനെയുള്ള ഡ്രഗ്സൊക്കെ കേട്ടിട്ടുണ്ടാവും. ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സാണ്. അത് ഡോപ്പമിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഡോപ്പമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൻസോണിസം ഉണ്ടാകും. ഓക്കെ, അഡ്വേഴ്സ്. INH ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കും, ലിവറിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, INH എന്ന് പറഞ്ഞാൽ ഐസോനിയാസിഡ്, TBക്ക് കൊടുക്കുന്ന ഡ്രഗാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, ADRൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഒന്ന് കേട്ട് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ.